ഹലോ ഗായ്സ്, അപ്പം ഇന്ന് ഞങ്ങൾക്ക് അത്ര സന്തോഷമുള്ള വീഡിയോ ഒന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ സുരേട്ടൻ ഗൾഫിൽ പോവുകയാണ്. 4 വർഷമായിട്ട് ഇവിടെ അടുപ്പിച്ച് നിൽക്കല്ലേ. 2020 വന്നതാണ്. 2020 ജൂൺ 26 അന്നാണ് വന്നത്. ഇപ്പോൾ 2024 ജൂൺ 20 സുരേട്ടൻ വീണ്ടും സൗദിക്ക് പോവുകയാണ്, പ്രവാസ ലോകത്തേക്ക്. അങ്ങനെ പോണതിൻ്റെ ഇടയ്ക്ക് സുരേട്ടൻ്റെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അച്ഛനെ കണ്ട് യാത്ര പറഞ്ഞതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തറവാട്ടിലേക്ക് ആദ്യം പോയി. ഞങ്ങളെ ഒറ്റക്കാക്കി പോണേക്കാളും വേദനയുണ്ട് സുരേട്ടന്. ഇപ്പോൾ അച്ഛന് വയ്യാതെ കിടക്കല്ലേ, ആ ഒരു ഇത് കണ്ടിട്ട് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അത് അച്ഛനും മകനും യാത്ര പറഞ്ഞിട്ടുള്ള ഇതാണ് ഇപ്പോൾ കാണുന്നത്. സുരേട്ടന് ഭയങ്കര സങ്കടമുണ്ട്. എന്തായാലും നമുക്ക് പോയല്ലേ പറ്റൂ. നമ്മൾ ഓരോ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്നാൽ ഒന്നും സാധിക്കില്ല. അങ്ങനെ ഞങ്ങൾ സുരേട്ടൻ അച്ഛനോട് യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കാക്കാൻ്റെ വണ്ടിയിലാണ് പോയത്. ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു ഏകദേശം 5:30-6 മണി ആവാനായിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അച്ഛനും മക്കളുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഞങ്ങളിതാ എയർപോർട്ടിലെത്താനായി. എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിലെത്തുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരു ഫീലാണല്ലോ. ഇനിയിപ്പോൾ പോവുകയാണ്, 2 വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ലെച്ചു, ഹൗ ഡു യു ഫീൽ? അച്ഛൻ പോയതിൻ്റെ അപ്പം നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ പോയി വന്നിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഞാൻ പിന്നെ ഫുള്ളും കരച്ചിലായിരുന്നു. അപ്പം എനിക്ക് നല്ല സങ്കടം വന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് അച്ഛനെ വിട്ടിട്ടും പോകണത്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അച്ഛൻ ഗൾഫ് പോവുകയാണെന്നൊന്ന്. അപ്പം അച്ഛൻ പോണതിൻ്റെ അപ്പം ഞാൻ കരഞ്ഞു. പിന്നെ ഓട്ടോറിക്ഷയിൽ നിന്നൊക്കെ ഞാൻ ചെറുതായിട്ട് കണ്ണൊക്കെ പൊട്ടി. പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഹൃദയം ലപ്ടപ്പ് ലപ്ടപ്പ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അപ്പോഴേക്കും ഒരു ചെറിയ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. വല്ലാത്തൊരവസ്ഥ അല്ലേ. എന്താ ചെയ്യുക, പ്രവാസ ലോകം സ്വീകരിക്കണ ഈ വീഡിയോ കാണുന്ന അവർക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ എല്ലാവരും പ്രവാസികളാവണം. എന്നാലേ ഇപ്പോൾ ഈ വീഡിയോൻ്റെ ഒരു വേദന നമുക്ക് മനസ്സിലാവുള്ളൂ. അവർക്കും ഇങ്ങനെ തന്നെയുള്ള വിഷമം ഉണ്ടാവില്ല. എല്ലാവരും നമ്മൾ കഷ്ടപ്പാടുകൊണ്ടാണ് എല്ലാവരും പോണത്. അല്ലാതെ ഇപ്പോൾ ആരും നമ്മളെ നാട്ടിൽ നിന്നിട്ട് നല്ലതൊക്കെ ഉണ്ടെങ്കിൽ ആരും പോവില്ലല്ലോ. അയ്യോ, എന്തായാലും ഫ്ലൈറ്റിൻ്റെ സമയമൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അവസാനമായിട്ട് സുരേട്ടൻ ലച്ചുവിനോട് യാത്ര പറയാണ്. പിന്നെ ദേവുവാവ നോക്കി നിൽക്കുന്നുണ്ട്. ദേവുവിനൊന്നും മനസ്സിലായില്ല. അച്ഛൻ എങ്ങോട്ടാണ് പോണതും കൂടി അറിയില്ല. എൻ്റെ കുട്ടിക്ക് എന്താണെന്നും കൂടി അറിയില്ല. അച്ഛൻ പണിക്ക് പോയതാണ് എൻ്റെ കുട്ടി പറഞ്ഞത്. അങ്ങനെ എന്തായാലും സുരേട്ടൻ യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഗായ്സ്, സുരേട്ടൻ അങ്ങനെ പോവുകയാണ് ഗൾഫിലേക്ക്. ജിദ്ദയ്ക്കാണ് സുരേട്ടൻ പോണത്. ഇപ്പോൾ പോയിട്ട് ഒരു 5 ദിവസം 6 ദിവസം കഴിഞ്ഞിട്ടുണ്ടാകും. എന്നിട്ടാണ് ഞങ്ങൾ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഞങ്ങൾക്കൊരു ഇമോഷന് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. വീഡിയോയ്ക്ക് ഇങ്ങനെ വോയിസ് കൊടുക്കാൻ കഴിയുന്നത്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഹൃദയം പൊട്ടുന്ന വേദനയാണ്. എന്താ ചെയ്യുക, നമ്മൾ പ്രവാസിൻ്റെ ഭാര്യയായി പോയില്ലേ. അവർക്ക് മാത്രമല്ല വേദന, നമുക്ക് നാട്ടിൽ നിൽക്കുന്ന നമുക്കും വേദനയാണ്. പക്ഷെ അവർക്കെന്ന് വെച്ചാൽ അവിടെ ആരുമില്ല. നമ്മളിവിടെ എന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട്. അവരൊറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കല്ലേ. എന്താ ചെയ്യുക, എന്തായാലും പെട്ടെന്ന് വരാൻ കഴിയട്ടെ. ആയുസ്സും ആരോഗ്യവും എല്ലാം ഉണ്ടായിട്ട്. എൻ്റെ ദൈവവാവ അച്ഛ പോയ സങ്കടത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സങ്കടകരമായ വീഡിയോ ആണ്. ടാറ്റാ, ബൈ ബൈ, സീ യു.